നമസ്കാരം. ഇന്നത്തെ മുഴുവൻ വാർത്തകളും ഒറ്റ നോട്ടത്തിൽ അറിയാം ന്യൂസ് 360യിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ലൈംഗിക അതിക്രമം എന്ന യുവതിയുടെ ആരോപണം. ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ നിയമ നടപടിക്ക് കുടുംബം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി ഈ മാസം 30 വരെ സമയം. 21,000 കോടി രൂപയുടെ പാക്കേജ് വേണം. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതീക്ഷയോടെ കേരളം. ലോകകപ്പ് പാക് വംശജരുടെ വീസയ്ക്കായി ICC രംഗത്ത്. ഡോക്ടർ എം ലീലാവതിക്ക് പ്രിയദർശിനി പുരസ്കാരം സമ്മാനിച്ച് രാഹുൽ ഗാന്ധി. ലഹരിയോട് വേണ്ട എന്ന് പറയാൻ അജു വർഗീസ് എത്തും. തൃക്കാക്കരയിൽ നാളെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിലാണ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി റിപ്പോർട്ട് നൽകുക. സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. ഇതിന്റെ ഫലം ഉൾപ്പെടെയാണ് SITയുടെ റിപ്പോർട്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത്. ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ ഗുണനിലവാരവും പഴക്കവും സംബന്ധിച്ച ദുരൂഹതകൾ നീക്കാൻ ഈ പരിശോധന ഫലം സഹായിക്കുമെന്നാണ് കരുതുന്നത്. സ്വർണത്തിന് പകരം മറ്റു ലോഹങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും. കേസിലെ മറ്റൊരു പ്രധാന ഘട്ടം തന്ത്രിയുടെ അറസ്റ്റായിരുന്നു. അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളെക്കുറിച്ചും വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങളെക്കുറിച്ചും അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തും. ശബരിമലയിലെ ആഭരണങ്ങളുടെയും സ്വർണ്ണപ്പാളികളുടെയും കണക്കുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായാണ് പ്രാഥമിക സൂചനകൾ. സ്വർണ്ണ ഉരുപ്പടികളിൽ നടന്ന മാറ്റങ്ങൾ, അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തുടങ്ങിയ വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവരുമെന്നാണ് സൂചന. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതിക്ക് ആദരമായി പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുരസ്കാരം കൈമാറിയത്. ഡോക്ടർ ലീലാവതി കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് തന്നെ ആകെ അഭിമാനമാണെന്നും രാഹുൽ ഗാന്ധി ചടങ്ങിൽ പറഞ്ഞു. ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്നും രാഹുലും പ്രിയങ്കയും രാജ്യത്തിന്റെ അഭിമാനമാണെന്നും മറുപടി പ്രസംഗത്തിൽ ലീലാവതി ടീച്ചറും വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരിയും നിരൂപകയുമായ ഡോക്ടർ എം ലീലാവതിക്ക് KPCCയുടെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു. കൊച്ചി തൃക്കാക്കരയിലെ ലീലാവതി ടീച്ചറുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുരസ്കാരം കൈമാറിയത്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ തനിക്ക് അവരുടെ കൊച്ചുമകനിൽ നിന്ന് തന്നെ ഇത്തരമൊരു ബഹുമതി ലഭിച്ചത് നിയോഗമാണെന്ന് ലീലാവതി ടീച്ചർ ചടങ്ങിൽ വൈകാരികമായി പ്രതികരിച്ചു. 98-ാം വയസ്സിലും അറിവിന്റെ ലോകത്ത് സജീവമായി തുടരുന്ന ലീലാവതി ടീച്ചർ വരും തലമുറയ്ക്ക് വലിയൊരു ഊർജമാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് തന്നെ പുരസ്കാര തുകയായ 1 ലക്ഷം രൂപ ലീലാവതി ടീച്ചർ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കൈമാറുകയും ചെയ്തു. KC വേണുഗോപാൽ, VD സതീശൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ അവിസ്മരണീയമായ നിമിഷമായി മാറി. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. മരിച്ച ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും വ്യക്തമാക്കി. ദീപക് തെറ്റ് ചെയ്തിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ദീപക് മനോവിഷമത്തിലായെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് ദീപകിനെ നയിച്ചതെന്നും കുടുംബം ആരോപിച്ചു. ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നു എന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിന് ഉത്തരവാദി വീഡിയോ പ്രചരിപ്പിച്ച യുവതിയാണെന്നും ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. യാത്രക്കിടെ ദീപക് മോശമായി പെരുമാറിയെന്നാരോപിച്ച യുവതി പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ നേരിട്ട സൈബർ ആക്രമണവും അപമാനവുമാണ് ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. ദീപക് നിരപരാധിയാണെന്നും നീതിക്കായി ഏതറ്റം വരെ പോകുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു.
SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയപരിധി നീട്ടി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രേഖകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടി ഉത്തരവ് ഇറക്കിയത്. പുതുക്കിയ ഉത്തരവ് പ്രകാരം ഈ മാസം 30-ാം തീയതി വരെ വോട്ടർമാർക്ക് പേര് ചേർക്കുവാനും തിരുത്തലുകൾ വരുത്തുവാനും അവസരമുണ്ടാകും. നേരത്തെ ജനുവരി 22 വരെയായിരുന്നു അപേക്ഷ സമർപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. സംസ്ഥാനത്തെ വോട്ടർമാർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് സമഗ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയപരിധി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. നേരത്തെ ഈ മാസം 22 വരെയായിരുന്നു അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കുവാൻ നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. എന്നാൽ കേരളത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇപ്പോൾ ജനുവരി 30 വരെ സമയം അനുവദിച്ചിരിക്കുന്നത്. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് അർഹമായ രേഖകൾ ഹാജരാക്കി പേര് വീണ്ടെടുക്കുവാനുമുള്ള അവസാന അവസരമാണിത്. വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി ആളുകളെ ഒഴിവാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. നിലവിൽ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്കും പുതുതായി പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ വഴിയോ അതാത് ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ ഈ മാസം 30-നകം അപേക്ഷകൾ നൽകാവുന്നതാണ്. ഈ പരാതികൾ തീർപ്പാക്കിയ ശേഷം ഫെബ്രുവരി പകുതിയോടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമാക്കുന്നത്. കേരളത്തിന് പുറമെ സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന മറ്റു ചില സംസ്ഥാനങ്ങൾക്കും കമ്മീഷൻ ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്. ഇത്തവണ 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രധാന ആവശ്യം. എയിംസ്, ശബരി റെയിൽവേ എന്നീ ദീർഘകാല ആവശ്യങ്ങൾക്കൊപ്പം വിഴിഞ്ഞം തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും കേരളം മുൻഗണന നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ വൻ പ്രതീക്ഷയുമായി കേരളം. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 21,000 കോടി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായമാണ് കേരളം പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും GST നഷ്ടപരിഹാരം നിലച്ചതും വഴിയുണ്ടായ വിടവ് നികത്താനാണ് ഈ പാക്കേജ്. വർഷങ്ങളായി കേരളം കാത്തിരുന്ന എയിംസ് ഇത്തവണ യാഥാർത്ഥ്യമാക്കുന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. ഒപ്പം ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രത്യേക ഫണ്ടും കേരളം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനം, തുറമുഖത്തെ ബാധിച്ചിട്ടുള്ള വ്യവസായ ഇടനാഴികൾ എന്നിവയ്ക്കും കേന്ദ്ര സഹായം തേടിയിട്ടുണ്ട്. റബ്ബർ കർഷകരെ സഹായിക്കാൻ 1000 കോടി രൂപയുടെ വില സ്ഥിരതാ ഫണ്ടും കേരളത്തിന്റെ ആവശ്യങ്ങളിൽ പ്രധാനമാണ്. അടുത്ത മാസം ഇന്ത്യയിൽ നടക്കുന്ന 2020 ലോകകപ്പിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ വംശജരായ താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും വിസ ഉറപ്പാക്കാൻ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഇടപെടുന്നു. ഇന്ത്യ വിസ നിഷേധിച്ചുവെന്ന് US ടീമിലെ പാകിസ്ഥാൻ വംശജനായ പേസർ അലി ഖാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അടുത്ത മാസം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന 2026 T20 ലോകകപ്പിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ വംശജരായ താരങ്ങൾ നേരിടുന്ന വിസ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ സജീവമായി ഇടപെടുന്നു. US ടീമിലെ പാകിസ്ഥാൻ വംശജനായ പേസർ അലി ഖാൻ തനിക്ക് ഇന്ത്യ വിസ നിഷേധിച്ചു എന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി പാക് വംശജരായ ഏകദേശം 42 താരങ്ങളുടെയും ഒഫീഷ്യലുകളുടെയും വിസ നടപടികൾ സുഗമമാക്കാൻ ICC മുന്നോട്ട് വന്നത്. ഇംഗ്ലണ്ട് ടീമിലെ ആദിൽ റഷീദ്, റെഹാൻ അഹമ്മദ്, സാഹിബ് മഹ്മൂദ് എന്നിവരുടെയും നെതർലാൻഡ് താരങ്ങളുടെയും വിസകൾ ഇതിനോടകം ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ USA, UAE, ഇറ്റലി, കാനഡ, ബംഗ്ലാദേശ് എന്നീ ടീമുകളിലെ പാക് വംശജരായ താരങ്ങളുടെ അപേക്ഷകൾ ഇപ്പോഴും പരിശോധനയിലാണ്. പാകിസ്ഥാനുമായി ബന്ധമുള്ള അപേക്ഷകൾക്ക് ഇന്ത്യ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്താറുള്ളതാണ് നടപടികൾ വൈകാൻ കാരണം. ജനുവരി 31-നാണ് വിസ ലഭിക്കുവാനുള്ള അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 7-ന് ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ താരങ്ങൾക്കും ഇന്ത്യയിലെത്താൻ കഴിയുമെന്ന് ICC പ്രത്യാശ പ്രകടിപ്പിച്ചു. കൊച്ചിയിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകുകയാണ്. തൃക്കാക്കര നഗരസഭയും ഹൈബി ഈഡൻ MPയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നാളെ നടക്കും. നോ എൻട്രി, ലഹരിയോട് പറയൂ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യാതിഥിയായി മലയാള ചലച്ചിത്ര നടൻ അജു വർഗീസ് പങ്കെടുക്കും. ലഹരി വിപത്തിനെതിരെ തൃക്കാക്കര നഗരസഭയും ഹൈബീഡൻ MPയും സംയുക്തമായി നടത്തുന്ന നോ എൻട്രി ക്യാമ്പയിൻ നാളെ രാവിലെ 10-ന് കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. നോ എൻട്രി എന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പസുകളിലെ നമ്മുടെ പോരാട്ടം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലും കലാലയങ്ങളിലും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടു കൂടി
വേണ്ടയുമായി കൈകോർത്ത് നമ്മൾ നടത്തുന്ന ഈ പദ്ധതി അത് തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. നമ്മുടെ തൃക്കാക്കര മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ തൃക്കാക്കര നഗരസഭയുമായി ചേർന്ന് നടത്തുന്ന ഈ പദ്ധതി 20-ാം തീയതി രാവിലെ 10 മണിക്ക് തൃക്കാക്കര മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുകയാണ്. തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടൊപ്പം വേണ്ട എന്ന പ്രോജക്റ്റിൻ്റെ ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രശസ്ത ചലച്ചിത്ര താരം അജു വർഗീസും നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നർക്കോട്ടിക് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റും നടത്തുന്നതിനോടൊപ്പം തന്നെ അതിശക്തമായ ബോധവൽക്കരണം നമ്മുടെ പുതിയ തലമുറയുടെ ഇടയിൽ നടത്തേണ്ടതുണ്ട്. തൃക്കാക്കര നഗരസഭയും ജെയിൻ യൂണിവേഴ്സിറ്റിയും വേണ്ട പ്രോജക്റ്റുമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് 20-ാം തീയതി നിങ്ങളും എത്തിച്ചേരണമെന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുക. ലഹരിയോട് പറയൂ വേണ്ട എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന പരിപാടിയിൽ ജനപ്രിയ നായകൻ അജു വർഗീസും ജനപ്രതിനിധികളും രാഷ്ട്രീയ പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കുമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റാഷിദ് ഉളമ്പള്ളി അറിയിച്ചത്. നാടിന്റെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള ഈ മുന്നേറ്റത്തിന്റെ കൂടുതൽ വിവരങ്ങളും വാർത്തകളും ഗ്ലോബൽ ടെലിവിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ഇന്നിതുവരെയുള്ള മുഴുവൻ വാർത്തകളും ഇവിടെ അവസാനിച്ചു. വീണ്ടും നാളെ പുതിയ വാർത്താവിശേഷങ്ങളുമായി കാണാം.